ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ലിസ തോമസ് ആൻഡ് മറിയമ്മ വർഗീസ്, ന്യൂയോർക്ക്, USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, നാൾതോറും അനേകായിരങ്ങൾ COVID-19 ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഇതിനൊരു പ്രതിരോധവും പ്രതിവിധിയും കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ അവിടുത്തെ സ്നേഹത്തോടെ താഴ്മയായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്നെ ഉത്തരമരണം നിന്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, 2020 രണ്ടാം പകുതിയിലേക്ക് ഞങ്ങളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയുടെ നാശങ്ങളും നഷ്ടങ്ങളും വേദനകളും യാതനകളും ഒക്കെയും കർത്താവ് മാറ്റിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ പകുതി ഞങ്ങൾക്കായി നീ 2020 തരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലേക്ക് കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അവരുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കണമേ. ഈ വലിയ കെടുതിയിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മാനവ സമൂഹത്തോട് അങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുനാമം മോത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെയേറെ പ്രതീക്ഷകളോടെയാണ് മാനവ സമൂഹം 2020 വേണ്ടി കാത്തിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ 2020 ഓരോ രംഗത്തും ക്രമീകരിക്കപ്പെട്ടിരുന്നു. കായിക മത്സരങ്ങൾ, അന്താരാഷ്ട്ര വാണിജ്യ സമ്മേളനങ്ങൾ തുടങ്ങി എല്ലാ രാജ്യത്തും അവരുടേതായിട്ടുള്ള പരിപാടികളും പദ്ധതികളും 2020 വിഭാവനം ചെയ്തിരുന്നു. കുതിപ്പിൻ്റെയും വളർച്ചയുടെയും ഒരു വർഷമായിട്ടാണ് 2020 എന്ന നാമധേയത്തിൽ 2020 അറിയപ്പെട്ടിരുന്നത്. പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് പുതുവത്സരത്തിലേക്ക് പ്രതീക്ഷിച്ച ലോകം പെട്ടെന്ന് കൊറോണ വൈറസ് എന്ന മാരകമായ കെടുതിയിൽപ്പെട്ട് നാൾതോറും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ തകരുന്ന അവസ്ഥയാണ് പിന്നീട് നാം കണ്ടത്. 2020 വിവിധ ഘട്ടങ്ങളിലായി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്ന എല്ലാവിധമായ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാവിധമായിട്ടുള്ള പരിപാടികളെയും തകിടം മറിച്ചുകൊണ്ട് COVID-19 എന്ന മഹാമാരി മുന്നേറുകയാണ്. ഓരോ രാജ്യങ്ങളും ക്രമീകരിച്ചിരുന്ന വാണിജ്യ സമ്മേളനങ്ങൾ, കായിക വിനോദ മത്സരങ്ങൾ തുടങ്ങി എല്ലാത്തെയും നിശ്ചലമാക്കിക്കൊണ്ടാണ് ഈ മഹാമാരി നമ്മുടെ പുതിയ വർഷത്തിൻ്റെ, അതായത് 2020 ആദ്യ പകുതി തകർത്ത് കളഞ്ഞത്. There was so much of expectations about 2020 and the people had planned so many events in 2020. Nations were planning trade fairs, international competitions and whatnot. In every aspect, many nations expected a great progress in 2020. So, the new year began and 2020 was a talk everywhere. They thought there would be a surge in the economic situations in the world. So, progress was planned everywhere. And as the first month began passing away, came the coronavirus. The coronavirus was never expected at all to create such a pandemic. And by March, we see that it had made such a progress, and nations began to cancel the great events they had planned for 2020. And as days were going by,
thousands and thousands were being infected by this virus. Initially, hundreds were dying every day. Then began the death toll in thousands. So, first 6 months had created such a catastrophe in the world. This pandemic had crippled the world, shattered all expectations about 2020. And as we begin the first day of the second half of 2020, it is something which we have to understand. It is something we have to accept, that all human efforts are in vain. And it's only God who can control this pandemic. It's only God who can destroy this virus. It's only God who can save mankind. People who have been infected by this virus is more than 1 crore. Lakhs of people are dying, according to the official count. So, nobody can arrest it. 1 കോടിയിലേറെ ജനങ്ങൾ ഈ വലിയ മഹാമാരിയിൽ പെട്ടുകഴിഞ്ഞു. ലക്ഷങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് മനുഷ്യരാശിക്ക് വിമോചനം നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വിദഗ്ധമായി സ്വർഗരാജ്യത്തിനെതിരെ സാത്താൻ നടത്തിയ വിദഗ്ധമായ ഒരു ആക്രമണമാണ് ഇതെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. കാരണം ഭൂമിയിലെ എല്ലാ ആരാധനാലയങ്ങളും മതവ്യത്യാസമില്ലാതെ മാർച്ച് 15-ാം തീയതി മുതൽ ഈ COVID-19 കാരണം കൊണ്ട് അടച്ചിടേണ്ടി വന്ന ഒരു സാഹചര്യം ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആരാധനാലയം അടച്ചിടും, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ചിലപ്പോൾ ചില ആഴ്ചകൾ പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് അടച്ചിടും. പക്ഷേ ലോകം മുഴുവനുമുള്ള ആരാധനാലയങ്ങൾ, അതായത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആരാധനാലയങ്ങൾ മതവ്യത്യാസമില്ലാതെ അടച്ചിടുന്ന ഒരു പ്രതിഭാസം പിശാച് സൃഷ്ടിച്ചു. സ്വർഗരാജ്യത്തിന് എതിരെയുള്ള ഏറ്റവും വലിയ ആക്രമണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിനെ ചെറുക്കുവാൻ തക്കതിനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ സമൂഹം ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തെ നേരിടുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശാന്തമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമാനമായ കഷ്ടതകളും പകർച്ചവ്യാധികളും രോഗങ്ങളുമൊക്കെ ദൈവജനത്തെ ബാധിച്ചപ്പോൾ, അഥവാ ദൈവം അവരെ ഇപ്രകാരമുള്ള പകർച്ചവ്യാധികളാലും യുദ്ധങ്ങളാലും കഷ്ടതകളാലും ക്ഷാമത്താലും വരൾച്ചയാലും ഒക്കെ സന്ദർശിച്ച അവസരങ്ങളിൽ അവരെ വിടുവിക്കുവാൻ തക്കതിനുവണ്ണം അത്യുന്നതനായ ദൈവം അവർക്ക് നൽകിയ ആയുധമാണ് ഉപവാസവും പ്രാർത്ഥനയും. 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ വെറും 3 അധ്യായവും 72 വാക്യങ്ങളും മാത്രമുള്ള യോവേലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യത്തെ നേരിടുവാൻ തക്കതിനുവണ്ണം ദൈവം 3 പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ, ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ, ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയുമാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും ഭൂമിയിൽ മനുഷ്യനിലേക്ക് കൊണ്ടുവരുവാനുള്ള മുഖാന്തരമെന്ന് വളരെ വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഉപവാസ പ്രാർത്ഥനകൾ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു ശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകുവാനോ അപ്രകാരം ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രതിരോധവും പ്രതിവിധിയും നേടുവാനോ ആധുനിക ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ആരാധനയെ മുടക്കിക്കളഞ്ഞു, ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങളെക്കുറിച്ച് വിലപിക്കുവാൻ കഴിയാതെ, ആ ദേവാലയങ്ങൾ ആരാധനയ്ക്കായി തുറക്കുവാൻ
ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയാതെ ആ വരുന്നതൊക്കെ ഈ കാലത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ക്രൈസ്തവ സമൂഹത്തെയാണ് നാം കാണുന്നത്. ലഭിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായ നിലവിളികൾ ഉയർത്തുവാൻ തക്കതിനുവണ്ണം ആധുനിക ക്രൈസ്തവ സഭകൾക്കും സമൂഹങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദേവാലയത്തിൽ ആരാധനകൾ നടക്കുന്നത് ഒരു ദിവസം മാത്രമല്ല. ആ ഒരു ദിവസത്തെ ആരാധനയ്ക്ക് നിയന്ത്രണം വന്നാൽ ബാക്കി 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ അത്രയും ആരാധനകൾ നിയന്ത്രണങ്ങളോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ മേൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാവിധമായ നിയന്ത്രണങ്ങളും അനുസരിച്ചുകൊണ്ട് നടത്തുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുവാനോ ചിന്തിക്കുവാനോ ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിരന്തരമായ പ്രാർത്ഥനകൾക്ക് മാത്രമേ സ്വർഗത്തെ തുറക്കുവാൻ കഴിയുകയുള്ളൂ. മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനകൾ. ഇവിടെ ഒരു ദിവസം ഇത്ര തവണയെ പ്രാർത്ഥിക്കാവെന്ന് യാതൊരു നിബന്ധനയുമില്ല. പ്രാർത്ഥനകൾക്ക് നിയന്ത്രണമില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ, അവർക്ക് നിയന്ത്രണമുണ്ട്. ഇത്ര പേരെ പ്രാർത്ഥിക്കും, മതി, അത്രയും പേര് പ്രാർത്ഥിച്ചാൽ മതി. അവർക്ക് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. ഒരു പ്രാവശ്യം 20 പേരാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 20 പേർക്ക് കടന്നു വരുവാൻ കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും 20 പേർക്ക് കടന്നു വരുവാൻ കഴിയും. തുടർമാനമായിട്ട് അപ്രകാരം പ്രാർത്ഥനയ്ക്കായിട്ട് ആടുകളെ ഒരുക്കുവാൻ തക്കതിനുവണ്ണമുള്ള ഒരു സംവിധാനം ക്രൈസ്തവ സമൂഹത്തിൽ ലോകത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് സങ്കടപൂർവ്വം പറയട്ടെ. പതിവ് പ്രാർത്ഥനകൾ കൊണ്ടോ അതേ പതിവ് ചില ആചാരക്രമങ്ങൾ കൊണ്ടോ ഇപ്രകാരം ഒരു ദുരന്തത്തെ നേരിടുവാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം കഴിഞ്ഞ 3 മാസത്തെ അനുഭവങ്ങൾ പാഠമാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന അതിമഹത്തായ ആയുധം ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കെടുതിയുടേതായിട്ടുള്ള കാലങ്ങളിൽ നാം 3ാമത്തെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ, അതായത് ജൂലൈ മാസം 2-ാം തീയതി മുതൽ ജൂലൈ മാസം 4-ാം തീയതി വരെ ഒരു ദ്വിദിന ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു അന്താരാഷ്ട്ര ഉപവാസ പ്രാർത്ഥനയാണ്. 2 ഏകദിന ഉപവാസ പ്രാർത്ഥനകൾ നാം ഈ കഴിഞ്ഞ 3 മാസങ്ങളിൽ നടത്തി കഴിഞ്ഞു. ഉപവാസം നടത്തിയെന്ന് പറയുവാനല്ല, പിന്നെയോ ഈ ഉപവാസ പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അനേകരിലേക്ക് കത്തിപ്പടരുവാൻ തക്കവണ്ണമാണ് ഈ എളിയ ശുശ്രൂഷ പരിശ്രമിക്കുന്നത്. യാക്കോസ്ലിയ പറയുന്നുണ്ട്, ഒരു ചെറിയ തീ ഒരു വലിയ കാടിനെ കത്തിക്കുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രത്യേകമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ഒരുക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് നാളെ നടക്കുന്ന ദ്വിദിന ഉപവാസ പ്രാർത്ഥന. അതിൽ പങ്കെടുക്കുവാൻ പലവിധ പരിമിതികളുണ്ട്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൽ പങ്കെടുക്കുവാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നാം ഭാരതത്തിലെ കാര്യം മാത്രമല്ല ചിന്തിച്ചിരിക്കുന്നത്. ആഗോള വ്യാപകമായി അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും അതുപോലെ ഇംഗ്ലണ്ടിലും ഒക്കെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവർക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം നാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കെല്ലാം പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ അവസരമാണ് ഇപ്രകാരം ഉള്ള ഉപവാസ പ്രാർത്ഥന ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകളെ കുറിച്ച് അനേകർക്ക് സംശയങ്ങളുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള വ്യക്തമായ മറുപടിയും നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. See, many people doubt about the efficacy of the fasting prayer. Why should we fast and pray? Is it not enough that you pray? Well, so many questions are there. But the Bible clearly indicates that fasting prayers are the weapons that can be used against such pandemic which are sent by the Almighty God. The book of Joel clearly emphasizes that the Almighty God will be pleased to
remove such sufferings from humanity by fastings and prayers. He exhorts the people 3 times in the small book of Joel, consisting only of 3 chapters and 72 verses, to fast and pray, fast and pray, fast and pray. This is the only time when he exhorts the people compulsorily to fast and pray, so that he can bless them. He can give them back what they have lost. Well, they did that, and we find the people of God were blessed by the fasting prayers they undertook. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലും നഷ്ടമാക്കിയ കാലങ്ങൾ മടക്കി കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. എങ്ങനെ മടക്കി കൊടുക്കും? അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ. എങ്ങനെ നിലവിളിക്കണം? കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിച്ച് മുൻപോട്ട് പോയതുകൊണ്ട് അവരുടെ മേൽ ദൈവം അയച്ചിരിക്കുന്ന ക്ഷാമവും വരൾച്ചയും കഷ്ടതയും നഷ്ടവും ദൈവത്തിൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയുടെ ആക്രമണവും പിൻവലിക്കപ്പെടണമെങ്കിൽ, അതിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അവരോട് കൽപ്പിക്കുകയാണ്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയും അവരുടേതായിട്ടുള്ള നാശവും കണ്ട് മനസ്സലിഞ്ഞ ദൈവമാണ് അത് മാറ്റുവാനുള്ള ഉപാധി പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അവരിൽ ഉണ്ടായ പാപത്തിൻ്റെ കറകൾ കഴുകപ്പെടണം. നഷ്ടപ്പെട്ട കാലങ്ങൾ മടക്കി കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അതിനാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നത്. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നടന്നിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി 3 ദിവസം ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉപവാസം എന്നത് ഒരു രൂപാന്തരത്തിൻ്റെ മാർഗമാണ്. യു സി, ഫാസ്റ്റിംഗ് പ്രെയർ ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ സിൻഫുൾ പാസ്റ്റ് ടു എ ഹോളി പ്രസൻറ്റ്. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങളിൽ വിട്ടുതിരിഞ്ഞ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റേതായിട്ടുള്ള അനുഭവമാണ് ഉപവാസ പ്രാർത്ഥന ഒരുക്കുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ്. ദൈവത്തിനൊരു വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാകണം. അവൻ്റെ പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകണം, അവൻ്റെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകണം, അവൻ്റെ ചിന്തകളിൽ മാറ്റമുണ്ടാകണം, അവൻ്റെ ദർശനങ്ങളിൽ മാറ്റമുണ്ടാകണം. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ തലങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഒരു പുതിയ പന്ഥാവിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവൻ ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മാറ്റം എന്താണെന്ന് 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ആ മനുഷ്യൻ ഇപ്രകാരം പറയുന്നു: യേശുവാണ് ദൈവപുത്രനെന്ന് അവൻ പള്ളികളിൽ പ്രസംഗിച്ച് മുൻപോട്ട് പോയി. യേശുവാണ് ദൈവം എന്ന് അവൻ പള്ളികളിൽ പ്രസംഗിച്ചു. ആരാണ് ഈ മനുഷ്യൻ? ശൗൽ. ഞാൻ പറഞ്ഞു, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്തായിരുന്നു, അവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചിഴച്ച് തടവിലാക്കിക്കൊണ്ട് സഭയെ നശിപ്പിച്ചു പോരുന്നു. ഇതാണ് ഈ മനുഷ്യൻ. അവൻ വീടുതോറും കയറി ഇറങ്ങി യേശുവിൽ വിശ്വസിച്ചിരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് തടവിലേക്ക് കൊണ്ടുപോയി സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. എത്രമാത്രം ക്രൂരമായ പ്രവർത്തനമാണ് അവിടെ കാണുന്നത്. ഓരോ വീടുതോറും കയറി ഇറങ്ങുവാനുള്ള
പ്രത്യേകമായ അധികാരം സന്നിധി സംഘത്തിൽ നിന്ന് സമ്പാദിച്ച് ആ വീടുകളിൽ കയറി അവർ യേശുവിൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞാൽ അവരെ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ട് തടവിലാക്കുന്ന അവസ്ഥ. അപ്പോൾ യെരുശലേമിൽ സഭയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് അവൻ സാക്ഷിയായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ അനുയായികളെ സമ്പൂർണമായി നശിപ്പിക്കുവാൻ തക്കവണ്ണം, ആദിമസഭയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ സഭയെ നശിപ്പിച്ചു പോകുന്നു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. യെരുശലേമിലെ മുഴുവൻ വിശ്വാസികളെയും തകർക്കുവാൻ തക്കവണ്ണം ഉള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു സ്തേഫാനോസിൻ്റെ മരണം. ജനങ്ങളെ ഇളക്കി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കതിനുവണ്ണം കൂട്ടുനിന്നത് ഈ ശൗലായിരുന്നു. അപ്പോൾ യെരുശലേമിലെ ദൈവജനത്തെ മുഴുവൻ ഭയപ്പെടുത്തി യേശുവിൻ്റെ അനുയായികളെ മുഴുവൻ തകർത്ത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വന്ന് യേശുവിൽ വിശ്വസിച്ചവരെ അവിടെ ചിതറിച്ച് കളഞ്ഞു. അപ്പോൾ യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ള വിശ്വാസികളെല്ലാവരും യഹൂദയിലേക്കും ശമരിയയിലേക്കും ഓടിപ്പോയി. കാരണം ശൗലായിരുന്നു. വീടുതോറും കയറി ഇറങ്ങിക്കൊണ്ട് വിശ്വാസികളെ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ അവരെ തടവിലാക്കുന്ന അവസ്ഥ. അവർ അപ്രകാരമുള്ള പീഡനത്തെ ഭയപ്പെട്ട് സ്വന്തം ഭവനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് യഹൂദ്യയിലേക്കും ശമരിയയിലേക്കും പോയി. അങ്ങനെ യെരുശലേമിലെ തൻ്റെ പ്രവർത്തനം വിജയകരമായിട്ട് അവൻ തുടർന്നപ്പോൾ, അതിനെ ഏതാണ്ട് പൂർത്തീകരിച്ചെന്ന് തോന്നിയപ്പോൾ അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ദമാസ്കോസിലെ വിശ്വാസികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ അവൻ മഹാപുരോഹിതനെ പോയി കണ്ടു. സന്നിധി സംഘത്തിൽ നിന്ന് ദമാസ്കോസിലെ പള്ളികൾക്ക് പ്രത്യേകമായ അധികാരപത്രം വാങ്ങി അവൻ ദമാസ്കോസിൽ ചെന്ന് ആ പള്ളികളിൽ പോയിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള അധികാരപത്രം വാങ്ങി. യെരുശലേമിൽ നിന്ന് ദമാസ്കോസിലേക്ക് 100 മൈൽ ദൂരമുണ്ട്. ഈ 100 മൈൽ ദൂരത്ത് ഇവർ തനിയെ ചെന്നിട്ട് ആരെയും പിടിച്ചു കെട്ടുവാൻ സാധ്യമല്ല. അപ്പോൾ യഹൂദ സഭയുടേതായിട്ടുള്ള പ്രത്യേകമായ സന്നാഹത്തോടു കൂടി അവർക്ക് അവരുടെ സ്വന്തം സൈന്യമുണ്ട്. ദേവാലയം സൂക്ഷിക്കുവാനും മറ്റെല്ലാ കാര്യത്തിനും സന്നിധി സംഘത്തിന് അധികാരമുള്ള കാവൽ സംഘമുണ്ട്. അപ്രകാരമുള്ള സംവിധാനങ്ങൾ യഹൂദ സഭയ്ക്കുണ്ട്. അപ്പോൾ അപ്രകാരം ഒരു കൂട്ടത്തെയും നയിച്ചുകൊണ്ടാണ് അവൻ ദമാസ്കോസിലേക്ക് പോകുന്നത്. ദമാസ്കോസിലെ പള്ളികളിലേക്ക് ഉള്ള സന്നിധി സംഘത്തിൻ്റെ അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ട്. വിശ്വാസികളെ പിടിച്ചുകെട്ടി 100 മൈൽ യാത്ര ചെയ്ത് മടങ്ങി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കോട്ടമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ശൗൽ ദമാസ്കോസിലേക്ക് പോയത്. എന്നാൽ ദമാസ്കോസിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം കാണുന്ന വളരെ അത്ഭുതകരമായൊരു കാഴ്ച, ഒരു വലിയ വെളിച്ചം അവന് ചുറ്റും മിന്നി. മധ്യാഹ്ന സൂര്യനേക്കാൾ പ്രകാശമുള്ള ഒരു വെളിച്ചം അവൻ്റെ മേൽ വീശി. അതെ, അവന് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. We find Saul going to Damascus with letters from the Sanhedrin to the churches in Damascus, completely giving the authority to bind and bring the Christians from Damascus to Jerusalem. And he goes to Damascus with so many people. You know, the Sanhedrin had its own small army. So, to bind and bring people from Damascus, he had taken enough people and they were all going to Damascus.
And we find as he approached Damascus, a big light shone on him, which was brighter than the mid-noon sun. ഒരു വലിയ വെളിച്ചം അവനെ വീശി, അവൻ്റെ മേൽ വീശി, അവൻ താഴെ വീണു. എന്നിട്ട് അവൻ ആ ശബ്ദം കേട്ടു. കേൾക്കുക മാത്രമല്ല, അവൻ കാണുകയും ചെയ്തു. പിന്നീട് നാം വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കൂടെയുള്ളവർ പിടിച്ചു കെട്ടുവാൻ അവൻ്റെ കൂടെ വന്ന ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഒരു ചോദ്യം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അപ്പോൾ അവൻ മറുചോദ്യം ചോദിക്കുകയാണ്, നീ ആരാകുന്നു? ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. മാത്രമല്ല, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, അവിടെ വച്ച് നീ എന്ത് ചെയ്യണമെന്ന് നിന്നോട് പറയും. ശൗലിന് മുൻപിൽ ഒരു വലിയ ചിന്താക്കുഴപ്പമായിരുന്നു. അവൻ കണ്ണു തുറന്നപ്പോൾ അവനൊന്നും കാണുവാൻ കഴിയുന്നില്ല. ആ വലിയ വെളിച്ചം അവനെ അന്ധനാക്കിയിരുന്നു. തിരിച്ച് പട്ടണത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ദമാസ്കോസിലേക്കാണ് പോകേണ്ടത്. അവനവിടെ സ്നേഹിതന്മാരില്ല. ദമാസ്കോസിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ ആ നിമിഷം വരെയും അവൻ കെട്ടിപ്പടുത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ട്. ആഭിജാത്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും സാമ്രാജ്യം. അത് അവിടെ വെച്ച് തകർക്കപ്പെടും. കാരണം ഒരുപാട് സവിശേഷതകൾ അവന് അഭിമാനിക്കാനുണ്ടായിരുന്നു. 8-ാം ദിവസം പരിച്ഛേദന ഏറ്റവനാണ്. ഇസ്രായേൽ വംശക്കാരനാണ്. മാത്രമല്ല, ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടത് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ ബെന്യാമിൻ ഗോത്രത്തിൽ അതിൻ്റെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പരീശനാണ്. വ്യക്തമായ ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്നുവെന്ന് യഹൂദ സഭയിൽ സ്വയം സമർപ്പിച്ച് പ്രഖ്യാപിക്കുന്ന പരീശനായിരുന്നു. മാത്രമല്ല, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. സഭയെന്ന് പറയുമ്പോൾ ആദിമ സഭയെ പീഡിപ്പിച്ചവരാണ് ശൗൽ. തീക്ഷ്ണത. അവൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ മുൻപോട്ട് പോയവനായിരുന്നു. ദൈവഭക്തി നിമിത്തമാണ് അവൻ യേശുവിൻ്റെ അനുയായികളെ പീഡിപ്പിച്ചത്. ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തമാണ് അവൻ അപ്രകാരം പ്രവർത്തിച്ചത്. അപ്പോൾ യേശുവിൻ്റെ അനുയായികളെ വേട്ടയാടി പിടിക്കുവാനും അവരെ തടവിലാക്കുവാനും അവരെ കൊന്നൊടുക്കുവാനും കൂട്ടുനിന്നത് ദൈവത്തോടുള്ള തീക്ഷ്ണത കൊണ്ടാണ്. അങ്ങനെ ദൈവത്തിലുള്ള തീക്ഷ്ണത തെളിയിച്ചവരാണ് ശൗല്. കൂടാതെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്. അഭ്യസ്ത വിദ്യനാണ്. അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ പദവിയാണ് ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. അപ്രകാരമുള്ള വലിയ യോഗ്യത അവനുണ്ട്. റോമ പൗരനാണ്. എല്ലാ യൂതന്മാർക്കും റോമ പൗരത്വം ഇല്ല. ഇവൻ റോമ പൗരനാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഈ ശൗല്. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം നിലനിർത്തുവാനായിട്ട് അവന് കഴിയണമെങ്കിൽ അവൻ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകണം. യേശുവിൻ്റെ വാക്ക് കേട്ട് അവൻ ദമാസ്കോസിലേക്ക് പോവുകയാണെങ്കിൽ അവൻ ഈ പ്രായം വരെ വെച്ചു പുലർത്തിയിരുന്ന എല്ലാവിധമായ അഭിമാന സ്തംഭങ്ങളും അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും. ഒരു തീരുമാനമെടുക്കേണ്ട വലിയ മുഹൂർത്തമായിരുന്നു അത്. മാത്രമല്ല, അവൻ ദമാസ്കോസിലേക്ക് വരുമ്പോൾ കാഴ്ചയുള്ളവനായി ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വരികയാണ്. കൂടെ
യേശുവിൻ്റെ അനുയായികളെ പിടിച്ചു കെട്ടുവാനുള്ള സംഘമുണ്ട്, അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വരികയാണ്. എന്നാൽ ഇന്ന് അവൻ അന്ധനാണ്. മറ്റൊരാളുടെ സഹായമില്ല അവന് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. അവനൊരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു. അവൻ യേശുവിനെ കണ്ടു. യേശു അവനോട് സംസാരിക്കുന്നത് അവൻ വ്യക്തമായിട്ട് ബോധ്യമായി. അതാണ് പിന്നീട് നമുക്ക് അനന്യാസിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നീ വഴിമധ്യേ കണ്ട യേശു എന്നെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് അനന്യാസ് പറയുമ്പോൾ ശൗല് യേശുവിനെ കണ്ടു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, ദമാസ്കോസിലേക്ക് ചെന്നാൽ അവൻ പോകേണ്ടത് ഈ വിശ്വാസികളുടെ സമൂഹത്തിലേക്കാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സഹോദരങ്ങളുടെ നടുവിലേക്കാണ് അവൻ പോകേണ്ടത്. അത് പിന്നെയും പ്രയാസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവൻ അവിടെ വെച്ചൊരു ഉറച്ച തീരുമാനമെടുത്തു. അവൻ ദമാസ്കോസിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ഭവിഷ്യത്തുകളെ വകവെക്കാതെ യേശുവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം അവൻ തീരുമാനിച്ചു. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും. അവൻ ഡമാസ്കോസിലേക്ക് പോയി. അവിടെ അവന് യൂദയുടെ വീട്ടിൽ പാർക്കുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കുന്നത് 9-ാം വാക്യം വായിക്കുമ്പോൾ അവൻ 3 ദിവസം കാഴ്ചയില്ലാതെ ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നു. ഹി വാസ് ഫാസ്റ്റിംഗ് ഫോർ 3 days. ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഉപവാസം. 3 ദിവസം അവൻ അന്ധനായിരുന്നു. ഇവിടെയാണ് ഉപവാസത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തിരുവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച പരീശനായ ശൗൽ ഉപവസിക്കുകയാണ്. എന്തിനു ഉപവസിച്ചു? അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാതെ പാനം ചെയ്യാതെ പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായ പ്രാർത്ഥനയാണ്. അവൻ അന്ധനാണ്. അവന് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അവന് കാഴ്ച കൊടുക്കാമെന്ന് യേശു വാഗ്ദത്തം ചെയ്യുന്നില്ല. അവനിപ്പോഴുള്ള സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായ എന്തെങ്കിലും കൊടുക്കാമെന്ന് യേശു അവനോട് പറയുന്നില്ല. നീ ദമാസ്കോസിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പട്ടണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഡമാസ്കോസിലേക്ക് വരിക. അവിടെ വരുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. If you proceed to the city, then I will tell you what you should do. If you choose to go back, you can go back. That's what it means. നിനക്ക് മടങ്ങിപ്പോകണമെങ്കിൽ മടങ്ങിപ്പോകാം. പക്ഷേ നിനക്ക് എന്നെ അനുഗമിക്കുവാൻ കഴിയണമെങ്കിൽ നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകണം. അവനൊരു തീരുമാനമെടുത്തു. അവൻ നേടിയതൊക്കെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവന് യെരുശലേമിലേക്കൊരു തിരിച്ചുവരവില്ല, യഹൂദ സഭയിലേക്കൊരു തിരിച്ചുവരവില്ല, അവൻ്റെ പാരമ്പര്യങ്ങളിലേക്കൊന്നും പിന്നെ ഒന്നും പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവൻ പട്ടണത്തിലേക്ക് പോയി. ഇന്ന് അനേക സഹോദരങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന ശരിയാണെന്നറിയാം, ഉപവസിക്കേണ്ടത് ആവശ്യമാണെന്നറിയാം. എന്നാൽ അവർക്ക് പരസ്യമായിട്ട് ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാത്തതിൻ്റെ കാര്യം അവരുടെ പാരമ്പര്യമാണ്. മറ്റുള്ളവരെന്തു പറയും, സഭ എന്തു പറയും, സമൂഹം എന്തു പറയും, തങ്ങൾക്ക് ചില പേരും പെരുമയും ഒക്കെ തങ്ങളുടേതായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട്. അത് ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്? തങ്ങൾ നേടിയെടുത്ത ചില സ്ഥാനമാനങ്ങളുണ്ട്, ചില ബഹുമാനങ്ങളുണ്ട്, അവയൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്? അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അനേകർക്ക് ഭയമാണ്. എന്തായിത്തീരും? എന്നാൽ യേശുവിന് വേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഏത് സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായ സ്ഥാനമാനം കർത്താവ് തരുവാൻ തക്കതുകൊണ്ടും സമ്പന്നനാണ്.
അപ്രകാരമുള്ള വലിയ പദ്ധതിയുമായിട്ടാണ് അവന് തൻ്റെ ജനത്തെ വിളിക്കുന്നത്. എൻ്റെ എളിയ അനുഭവത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് സാമൂഹ്യമായ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് യേശു എന്നെ വിളിക്കുന്നത്. ഒരുപാട് സംഘടനകളുടെ തലപ്പത്തിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. ഞാൻ അവയൊക്കെയും ആ നിമിഷം ഉപേക്ഷിച്ചു. ആ സ്ഥാനമാനങ്ങളൊക്കെ രാജിവെച്ചു. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരോട് 1 വർഷം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? കർത്താവ് വിളിച്ചു, വേല ചെയ്യുവാൻ തയ്യാറാണ്. പക്ഷേ മുന്നിൽ ശൂന്യതയാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്രകാരമുള്ള പിന്മാറ്റ നിമിത്തം, സാമൂഹ്യ രംഗത്തു നിന്നുള്ള പിന്മാറ്റ നിമിത്തം എൻ്റെ സ്നേഹിതർക്കൊക്കെ ഞാൻ അപ്രിയനായിട്ട് മാറുകയാണ്. അനേക ബന്ധുമിത്രാദികൾ പതുക്കെ അകലുവാൻ തുടങ്ങി. ഞാനേതോ പുത്തൻ സഭയിൽ ചേരാൻ പോവുകയാണെന്നൊക്കെയുള്ള പ്രചരണമുണ്ടായി. പക്ഷെ അവിടെയൊക്കെയും എന്നെ വിളിച്ച കർത്താവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നിട്ട് കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുവാൻ പറയുമ്പോൾ ഞാനും എൻ്റെ പ്രിയ ഭക്തിയും ഒക്കെ കൂടി ചേർന്നാൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. 4 കുടുംബങ്ങൾ, 8 പേര്. ഈ 8 പേരുമായിട്ടാണ് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും എൻ്റെ സഭയിലെ ഔന്നത്യമൊക്കെ അവിടെ വെച്ച് തകർക്കപ്പെട്ടു പോയി. ആ 8 പേരുമായിട്ട് ആരംഭിച്ച ശുശ്രൂഷയാണ് ഇന്ന് ആഗോള വ്യാപകമായിട്ട് വേർച്വൽ മിനിസ്ട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശൗൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഉപേക്ഷിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്തിൻ്റെ ബുദ്ധിയിൽ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനപ്പുറമായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് സംശയകരമാണ്. പക്ഷേ ശൗൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരമാണ്. തിരുവചനത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ശൗലിനൊന്നറിയാമായിരുന്നു. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് അവൻ്റെ പാപഭംഗിലമായ ജീവിതത്തെ കഴുകി ശുദ്ധീകരിച്ച് അവൻ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലവിളിച്ചപ്പോൾ യേശു തൻ്റെ ശിഷ്യൻ അനന്യാസിന് പ്രത്യക്ഷനാവുകയാണ്. അനന്യാസ്, അടിയനിത, നീ നേർവീതി എന്ന തെരുവിലേക്ക് പോകണം. അവിടെ യൂദയുടെ വീട്ടിൽ ചെന്ന തർശീസുകാരനായ ശൗലിനെ അന്വേഷിക്കണം. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാകും. ശൗൽ പ്രവർത്തിക്കുവാൻ പോകുന്നതൊക്കെയും അനന്യാസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല, ഇപ്രകാരം ഒരു അവസ്ഥയെക്കുറിച്ച് അനന്യാസ് ഭയപ്പെടുകയാണ്. കർത്താവെ, അവൻ വിശ്വാസികളെ ഒരുപാട് ഉപദ്രവിച്ചവരാണ്. അങ്ങയുടെ അനുയായികളെ യെരുശലേമിൽ ഒരുപാട് ഉപദ്രവിച്ചവരാണ്. അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോകുവാൻ. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇല്ല. അനന്യാസ് എന്നൊരു പുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കാഴ്ച പ്രാപിക്കുന്നതായിട്ട് അവൻ കണ്ടിരിക്കുന്നു. കർത്താവാണ് ശൗലിന് ദർശനം നൽകുന്നത്. അതുകൊണ്ടാണല്ലോ അനന്യാസിനോട് കൃത്യമായി പറയുന്നത്, ഇതാണ് ശൗൽ കണ്ട കാര്യം, അതുകൊണ്ട് നീ പോവുക. പിന്നീട് അനന്യാസിനൊന്നും പറയുവാനില്ലായിരുന്നു. അവൻ പോയി, ശൗലേ സഹോദര, അതെ, നിനക്ക് കാഴ്ച പ്രാപിപ്പാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും നീ വഴിയിൽ വെച്ച് കണ്ട യേശു എന്നെ അയച്ചിരിക്കുന്നു. ശൗല് കാഴ്ചയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതായിട്ട് കാണുന്നില്ല. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി അപേക്ഷിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ യേശു അത് കണ്ടു. അവൻ ഉപവസിച്ചപ്പോൾ അവനൊരു പുതിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, രാജാക്കന്മാർക്കും വിജാതീയർക്കും യഹൂദന്മാർക്കും ഒക്കെയും യേശുവിൻ്റെ നാമം വഹിക്കുവാനുള്ള അത്യുന്നതമായ ഒരു പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളൊക്കെ അതിൻ്റെ പിറകിലുണ്ടെങ്കിലും അപ്രകാരമുള്ള ആ വലിയ പദവിയിലേക്ക് യഹൂദ സഭയുടെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ വകവെക്കാതെ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ കർത്താവ് അവന് നൽകുവാൻ പോവുകയാണ്.
മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, അവൻ തിരികെ യെരൂശലേമിലേക്ക് പോയാൽ ഒരിക്കലും അവന് ലോക ചരിത്രത്തിൽ ഇതുപോലെ അറിയപ്പെടുകയില്ല. മറ്റ് അപ്പോസ്തലന്മാരെ കുറിച്ചോ അതേ കർത്താവിൻ്റെ പ്രവർത്തകരെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയാവുന്നതിനേക്കാൾ ഉപരിയായി തന്നെ ശൗല് ക്രൈസ്തവ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ്. കർത്താവിനെ ഉയർത്തുന്നു. അപ്പോൾ അവന് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ സമ്പൂർണമായിട്ട് ഉടച്ചു കളഞ്ഞപ്പോൾ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള അതിമഹത്തായ ഉദാഹരണം ഇതിലുപരിയായിട്ടൊന്നുമില്ല. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ്. മാത്രമല്ല അവന് സൗഖ്യം നൽകുകയാണ്. അവൻ്റെ കണ്ണിന് കാഴ്ച നൽകുകയാണ്. അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴേക്ക് വീഴുകയാണ്. ചെതുമ്പൽ അതുപോലെയുള്ള പാടക്കഷ്ണം താഴേക്ക് വീഴുകയാണ്. അവൻ കാഴ്ച പ്രാപിച്ചു. മാത്രമല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കർത്താവിൻ്റെ പ്രവർത്തനത്തിന് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, സഭയുടെ സ്ഥാനമാനങ്ങളല്ല. പിന്നെയോ അതിനാവശ്യമായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും വകവെക്കാതെ ഭയപ്പെടാതെ മുൻപോട്ട് പോകണമെങ്കിൽ അതിന് ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളല്ല ആവശ്യമായിരിക്കുന്നത്. പ്രത്യുത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വാസ്തവത്തിൽ ഇത്രമാത്രം യോഗ്യതകളുള്ള ഒരുവനെ അപ്പോസ്തോലിക സമൂഹത്തിൽ കിട്ടുവാൻ സാധ്യമല്ല. കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം മുക്കുവന്മാരും ചുങ്കക്കാരും അങ്ങനെയുള്ള താഴേക്കിടയിലുള്ള വ്യക്തികളാണ്. അപ്പോൾ ശൗല് വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പദവിയാണ്. എന്നാൽ കർത്താവ് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടുകൊണ്ടല്ല വിളിക്കുന്നത്, സഭയിലെ സ്ഥാനമാനം കണ്ടുകൊണ്ടല്ല വിളിക്കുന്നത്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ആ ശ്രേഷ്ഠത കൊണ്ടല്ല വിളിക്കുന്നത്, റോമ പൗരനായതുകൊണ്ടല്ല വിളിക്കുന്നത്, അതെ എബ്രായരിൽ ജനിച്ച എബ്രായനായതുകൊണ്ടല്ല വിളിക്കുന്നത്. കർത്താവിന് ആവശ്യം അവൻ്റെ സമർപ്പണമാണ്. ആ വിളി കേട്ടു. അവനെ പരിശുദ്ധാത്മാവ് അവനിൽ നിറയുകയാണ്. അതിനാണ് അനന്യാസ് പറയുന്നത്, ഇതിനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാനാണ് അവനെ അയച്ചിരിക്കുന്നത്, അഭിഷേകം ചെയ്യുവാൻ. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൻ അവിടെ വെച്ച് സ്നാനപ്പെടുകയാണ്. എന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചു, ഉപവാസം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഉപവാസത്തിന് ഇതിലുപരിയായിട്ടുള്ള ഒരു ഉദാഹരണം നൽകുവാൻ പുതിയ നിയമത്തിൽ കഴിയുകയില്ല. എന്നിട്ട് പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്ന പൗലോസായിട്ട് അവൻ മാറുകയാണ്. Soul has been transformed from Saul to Paul. We find that is anointed by the Holy Spirit. He was blind. He received his sight. Not only that, Jesus has chosen him to be an ambassador to the Gentiles, to the kings, and to the Jewish society. What a great privilege. And that's why he was anointed by the Holy Spirit. He was healed. He was blind, now he could see. So we find how a fasting prayer has transformed the life of Saul. A fasting prayer has transformed Saul to Paul. And what did he do? He went to the churches, he didn't wait at all. That's what we read in the beginning. He went to the churches and he began to speak about Jesus. Yes. That's what he did. യേശു തന്നെ ദൈവപുത്രനെന്ന് അവൻ പള്ളികളിൽ പ്രസംഗിച്ചു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് അനേകർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ കോവിഡ് മഹാമാരിയുടെ നടുവിലും കർത്താവിനോട് പ്രവർത്തിക്കുവാൻ ഒരുപാട് പേരെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്കൊക്കെ ഭയമാണ്. അതെന്നെ കർത്താവിനോട് പറഞ്ഞു. അനേകർക്ക് വരുവാൻ ആഗ്രഹമുണ്ട്, അനേകർക്ക് പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട്, ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ഭയമാണ്.
സമൂഹം എന്തു പറയും? എൻ്റെ സഭ എന്തു പറയും? ഞാൻ ഇതുവരെ അനുഷ്ഠിച്ചിരുന്ന പാരമ്പര്യങ്ങൾ നിമിത്തം എനിക്ക് എന്ത് തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള അനേക ഭയങ്ങളാൽ പിശാച് അനേകരെ ബന്ധിച്ചിരിക്കുകയാണ്. തെറ്റാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി ബോധ്യമായാലും ആ തെറ്റിനെ തിരുത്തുവാനുള്ള ആർജവമില്ല. അതുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യമായാലും, എൻ്റെ കഴിഞ്ഞകാല ജീവിതം തെറ്റായിരുന്നെന്ന് ബോധ്യമായാലും അതിനെ ഉപേക്ഷിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ലോകത്തിൻ്റേതായിട്ടുള്ള ബന്ധനങ്ങളാണ്. മറ്റുള്ളവരുടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹമില്ല. മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള ഭീതിയാണ് നമ്മളെ കൂടുതൽ പ്രവർത്തന ക്ഷമതയില്ലാത്തവരാക്കി തീർക്കുന്നത്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ചോദിക്കുകയാണ്, അതെ ഇതെല്ലാം കെട്ടിപ്പടുത്തോണ്ട് ഇതൊക്കെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് വിളിച്ചിട്ടും ഈ വലിയ മഹാമാരിയുടെ കാലത്തും മുൻപോട്ട് ഇറങ്ങാതെ നിശ്ചലമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ മഹാമാരിയുടെ നടുവിൽ നീ പെട്ടുപോയാൽ ആര് നിന്നെ രക്ഷിക്കും? കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? സഭ നിന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭീതിയിലാണ് അനേകർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തത്. കർത്താവ് ചോദിക്കുകയാണ്, മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ നേടിയതൊക്കെയും നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നീ എന്തെല്ലാം നേടിയെന്ന് അഭിമാനിച്ചാലും അതുകൊണ്ട് ഭാവി കെട്ടിപ്പടുക്കാമെന്ന് കരുതിയാലും യേശുവിൻ്റെ വിളിയെ നിരസിച്ചുകൊണ്ട് നീ മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ നേടിയതൊന്നും നിന്നെ രക്ഷിക്കുകയില്ല. ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ നേടിയതുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്? അനേക കാലങ്ങൾ മുൻപോട്ടുണ്ട് എന്നുള്ള ധാരണയിലാണ് മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഭീതിയുണ്ട്. കാരണം അനിശ്ചിതത്വമല്ലേ? എവിടെയും ഏത് സമയത്തും നമ്മെ കടന്നു പിടിക്കുന്ന മഹാമാരിയാണ് ചുറ്റുമുള്ളത്. അതിനെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ ശൗലിനെ പോലെ ദൈവത്തിൻ്റെ വിളി കേൾക്കണം. യേശു ശൗലിനോട് നീ വന്നേ തീരുമെന്ന് പറയുന്നില്ല. എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയണമെന്ന് പറയും. നീ ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതെ, ശൗല് എഴുന്നേറ്റു, പട്ടണത്തിൽ ചെന്നു, അവിടെ വെച്ച് അവന് 3 രാവും 3 പകലും ഉപവസിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ യേശു തന്നെ അവനത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരമായിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം യേശുവാണ് അവനോട് പറഞ്ഞത്, നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും. അവൻ അന്ധനായി അവൻ എഴുന്നേറ്റു. വേണമെങ്കിൽ ഇവിടെ വെച്ച് പറയാമല്ലോ, നീ 3 ദിവസം അവിടെ പോകണം, നീ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അപ്പോഴേ ഞാൻ നിന്നെ രാജാവാക്കാം, മറ്റേതാക്കാം, മറിച്ചതാക്കാം. ഒന്നുമില്ല. നീ യേശുവിൻ്റെ സ്ഥലത്തിലേക്ക് വരണം. അവൻ ദമാസ്കോസിലേക്ക് പോയി. അവന് യൂദയുടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് അവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. യേശു അവരോട് കൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അത്യുന്നതനായ ദൈവം കൽപ്പിച്ചിരിക്കുന്ന അതിമഹത്തായ ഉപാധിയാണ് ഉപവാസവും പ്രാർത്ഥനയും. ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനമാണ് യേശു അനന്യാസിന് ദർശനത്തിൽ വെളിപ്പെടുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് താൻ നേടിയതൊക്കെയും ആ പ്രായം വരെയും നേടിയെടുത്ത പേരും പെരുമയും സ്ഥാനമാനങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞ യേശുവിന് വേണ്ടി അവൻ മുൻപോട്ട് ഇറങ്ങിയപ്പോഴാണ് ലോകത്ത് പ്രശോഭിതമായ ഒരു വ്യക്തി എന്ന നിലയിൽ യേശു എടുത്ത് ഉപയോഗിക്കുവാൻ തക്കോളം അവനെ സജ്ജമാക്കുന്നത്. അവൻ സൗഖ്യദായകനാണ്, കാഴ്ച ലഭിച്ചു. മാത്രമല്ല അവൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുയോജ്യമായ രീതിയിലുള്ള വലിയൊരു പദവി അവന് നൽകുകയാണ്. രാജാക്കന്മാർക്കും അതേ തൻ്റെ സ്വന്തം ജനത്തിനും വിജാതീയർക്കുമുള്ള തൻ്റെ നാമം വഹിക്കുവാൻ തക്കോളൊരു പാത്രമായിട്ട് ദൈവനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവന് നൽകുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എനിക്ക് ഈ ഒരു ഉപവാസ പ്രാർത്ഥന നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക. ഉപവാസ പ്രാർത്ഥന യൂദയുടെ വീടാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ ഉപവാസ പ്രാർത്ഥന വന്ന ശേഷം കർത്താവ് എന്ത് ചെയ്യണമെന്ന് വെളിപ്പെടുത്തും. പക്ഷേ കർത്താവിനോട് ചോദിക്കണം, യേശുവേ
ഞാൻ ഇങ്ങനെയുള്ള ഭാരങ്ങളാൽ ഭയങ്ങളാൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. എനിക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ സാധിക്കുന്നില്ല. പ്രതികരണങ്ങളെ ഭയപ്പെട്ടുകൊണ്ട്, ഭവിഷ്യത്തുകളെ ഭയപ്പെട്ടുകൊണ്ട്, ഭീഷണികൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അതെ, ചെയ്തു പോയ തെറ്റുകളെ തിരുത്തുവാൻ കഴിയാതെ, മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയാതെ, പരിവർത്തനങ്ങൾ വരുത്തുവാൻ കഴിയാതെ, തീരുമാനങ്ങൾ എടുത്തത് പ്രാവർത്തിക്കുവാൻ കഴിയാതെ മുൻപോട്ട് വരുമ്പോൾ പിന്നെ കർത്താവിന് നിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിലും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അത് ശൗൽ യെരൂശലേമിലേക്ക് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. അവന് വസ്തുക്കളെ കാണുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട്, കാരണം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുള്ള അനേകര് ഇന്ന് അനുഭവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അന്ധതയിലായിരിക്കുന്നവരുണ്ട്. ശൗൽ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാത്തവനല്ല. അവൻ തീഷ്ണതയോടെ യഹൂദ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. അവൻ സർവശക്തനായ ദൈവത്തോടുള്ള അവൻ്റെ ഭക്തി നിമിത്തം, അവൻ്റെ സ്നേഹനിമിത്തം അവൻ തീഷ്ണതയോടെ യേശുവിനെതിരെ പ്രവർത്തിച്ചതാണ്. എന്നാൽ യേശു ദൈവപുത്രനെന്ന അവന് ബോധ്യമായ നിമിഷം മുതൽ അവൻ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ ആത്മീയയാത്രയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഈ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്. The 40-hour fasting prayer is a place where you can take decisions for Jesus Christ. Come out for Jesus Christ. Pray and ask God what you should do. Well, if you think that you have lost something in life, you have gone away from God, come back to God. Jesus is waiting for you. Jesus was waiting for Saul in the house of Ananias. അനന്യാസിൻ്റെ ഭവനത്തിൽ യേശു അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ചെന്നാൽ ചെയ്യേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പുതിയ പദവികളിലേക്കും പുതിയ സൗഖ്യത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ശക്തിയിലേക്കും പ്രവേശിച്ച് യേശുവിൻ്റെ അംബാസഡർമാരായിട്ട്, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട്, യേശുവിൻ്റെ സൗഖ്യവും സമാധാനവും സാന്ത്വനവും അനേകായിരങ്ങൾക്ക് പകരുന്നവരായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ശൗലിനെ പൗലോസാക്കി മാറ്റിയ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. അവൻ നേടിയതൊക്കെയും ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് യേശുവെ അവിടുത്തെ ശബ്ദം കേട്ട് അങ്ങേ അനുസരിച്ചുകൊണ്ട് യൂദയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ, അവനവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് അവന് നൽകിയ അതിമഹത്തായ പദവികളും അനുഗ്രഹങ്ങളും എന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ രാത്രിയിൽ ഈ വചന ശുശ്രൂഷ സംബന്ധിച്ച് ഓരോരുത്തരും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ വിളിക്കാഞ്ഞിട്ടല്ല, ഈ വിളിയെ പലപ്പോഴും നിരസിച്ച് കളയുകയല്ല, മാറ്റിവെക്കുകയും നീട്ടിവെക്കുകയും ചെയ്തൊരു വലിയ സമൂഹമുണ്ട് എന്ന് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ മാറ്റിവെക്കാതെ നീട്ടിവെക്കാതെ കർത്താവെ നിൻ്റെ വിളി കേട്ടുകൊണ്ട് ഉപവാസ പ്രാർത്ഥന കടന്നു വന്ന് നിനക്കായിട്ട് സമർപ്പിച്ച പുതിയ സൃഷ്ടികളായിക്കൊണ്ട് നിനക്ക് വേണ്ടി ഈ വലിയ മഹാമാരിയുടെ കാലങ്ങളിൽ വലിയ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഇതിൻ്റെ കെടുതിയിൽ നിന്ന് അവരെയും അവരുടെ ഭവനങ്ങളെയും രക്ഷിക്കുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ പോരാളികളായി പടയാളികളായിട്ട് മുന്നേറുവാൻ തക്കവണ്ണം ഈ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഒരുപാട് പ്രെയർ റിക്വസ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം അതെല്ലാം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യമില്ല. ഏറ്റവും സീരിയസ് ആയിരിക്കുന്ന ചിലരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബാക്കി വിഷയങ്ങൾ മൊത്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരുടെയും കാര്യം വിശദമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നാം പ്രാർത്ഥിക്കാൻ പോകുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റേതായിട്ടുള്ള ആക്രമണം മൂലം പ്രയാസത്തിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതുതായിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായിരിക്കുന്ന റോണി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് സൗഖ്യം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. അതിൻ്റെ പ്രിയപ്പെട്ട പിജിക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
അതോടൊപ്പം ദുബൈയിലുള്ള പ്രിയപ്പെട്ട മാർട്ടിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെ സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം കോവിഡ് വാർഡിൽ ജോലി ചെയ്യുന്നു, വേറെ അത്യാവശ്യമായിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചില സഹോദരങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, അവരുടെ ഭയത്തെ മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാംസൺ ആൻഡ് വൈഫ്, അത് ദുബായിൽ നിന്ന്, റെനിയാൻ ഫാമിലി, അത് ഷാർജയിൽ നിന്ന്, റോയ് ആൻഡ് ബിന്ദു, കാലിഫോർണിയയിൽ നിന്ന് നിഷ, സോഫി ഷാർജ, അത് ജെയ്മി അബുദാബി, വത്സ ഫുജറ, ടിസി ഷാർജ. ഈ സഹോദരങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർ ഡയറക്റ്റായിട്ട് കോവിഡ് വാർഡുകളിലാണ് പിന്നെയും അവരെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രോഗികളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം മൂലം അവർക്ക് ഈ രോഗം പകരാതിരിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന അവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. നേരത്തെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പിന്നീട് ഇപ്പോൾ നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. ഈ പുതിയ സഹോദരങ്ങൾക്ക് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിലേറ്റവും ഗുരുതരമായിരിക്കുന്ന അവസ്ഥയിലുള്ള പ്രിയപ്പെട്ട വിനു കാൽഗറിക്ക് പൂർണ്ണ സൗഖ്യം നൽകുന്നതിനായിട്ടും കുഞ്ഞുമോൾക്ക് ആശ്വാസം നൽകുന്നതിനുമായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമായ ബിനു 14 വയസ്സുള്ള ക്യാൻസർ ബാധിതയായ കുഞ്ഞാണ്. അവൾക്ക് ദൈവം സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സുമന്ത് സോളമന് സമ്പൂർണ്ണ സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ജോണിന് വീണ്ടും കാഴ്ച ലഭിക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരങ്ങളെ വീണ്ടും ഓർക്കാം. പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് അനിതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിൻ്റെ തടസ്സങ്ങൾ തകർക്കുന്നതിനായിട്ട്, എന്ത് തടസ്സമായതിന് ഉപവാസം തടസ്സങ്ങൾ തകർത്തതിൻ്റെ മകൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അത്ഭുതകരമായ വഴികൾ തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഉള്ള എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത മക്കളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വർഷം കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകുവാൻ തക്കവണ്ണം പ്രസാദിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതേ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വണ്ണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരുടെ വിവാഹം ഈ വർഷം നടക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാൽ വലയുന്ന സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ സമാധാനം തകർന്ന് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത ചില സഹോദരങ്ങൾ അതേ അവരുടെ സമാധാനത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേരുകൾ പറയുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചെയ്യാത്ത കുറ്റത്തിന് കേസിൽ കൂടിയിരിക്കുന്ന നിരപരാധികളുണ്ട്. അവരെ വിടുവിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന നിസ്സിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഈ കോവിഡ് വാർഡിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുവൈറ്റിലെ സൗമ്യ, സിജു തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മേഴ്സി ഓമല്ലൂരിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 2 വർഷമായിട്ട് സംസാരിക്കുമ്പോൾ ശരീരം വിറയൽ നിമിത്തം ഭാരപ്പെടുന്ന രോഗമാണുള്ളത്. അതോടൊപ്പം പ്രതീക്ഷ കുടുംബമായിട്ട് കുവൈറ്റിലാണ്. 4 മാസമായിട്ട് ജോലിയില്ല. പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അപേക്ഷിച്ചിരിക്കുന്നു. കൂടാതെ കെൽവിൻ എന്ന സഹോദരനെ ഒത്ത് പ്രാർത്ഥിക്കാൻ 4 വർഷമായിട്ട് സുഖമില്ലാതിരിക്കുന്നു. ക്യാൻസറാണെന്ന് സംശയിക്കുന്നു. കർത്താവ് സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൊച്ചുമോള് റാന്നിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഉറക്കമില്ലാതെ ആ സഹോദരി ഏറ്റവും പ്രയാസപ്പെടുന്നു. കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാവേലിക്കരയിൽ നിന്ന് കിഡ്നിയിൽ ക്യാൻസർ ആയിരിക്കുന്ന ലാലി ബേബി ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യമാക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അത് ചിന്നമ്മ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ പ്രാർത്ഥനാ ശുശ്രൂഷ നടന്നപ്പോൾ സൗഖ്യദായ ശുശ്രൂഷ നെഞ്ചിന് അതീവ വേദനയായിട്ടാണ് അവളെ ശുശ്രൂഷ സംബന്ധിച്ചത്. അപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അവൾക്ക് സമ്പൂർണ്ണമായ സൗഖ്യം നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. പിന്നീട് ഇതുവരെയും ആ നെഞ്ചിന് വേദന വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം ചിന്നമ്മയുടെ മകൾ ബ്ലസ്സി ബാക്ക് പെയിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മോളി ചാലക്കുടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അതെ, ദൈവം പിതാവിന് സൗഖ്യം നൽകുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ള എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ BEdൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന മറിയ എന്ന സഹോദരി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. മുൻപോട്ട് പോകാൻ ഒരു വഴിവാൽ തുറക്കുവാൻ അതുമാത്രമേ ഉള്ളൂ. ദൈവം ആ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് മാർഗങ്ങളില്ല. അത്ഭുതകരമായിട്ട് BEdന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവും ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധി സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കോവിഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാനാ തലങ്ങളിൽ നേഴ്സസ്, ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയ അനേകരുണ്ട് കർത്താവേ. നീ അവരെ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് നിരന്തരമായ തടസ്സം സൃഷ്ടിച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. നീ അവരുടെ വാതിൽ വെട്ടി തുറന്നേ മതിയാകത്തുള്ളൂ. കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. നീ കർത്താവ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാകുന്നു. നീ അവർ കുഞ്ഞുങ്ങളെ നൽകണമെന്ന് അങ്ങോട്ട് സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ അങ്ങയുടെ കണ്ണിലേക്ക് നോക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, മറ്റ് രോഗങ്ങൾ മൂലം കഷ്ടതയിലും വിഷമത്തിലുമായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്. അവരെയൊക്കെയും നീ കാത്തു സൂക്ഷിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ രോഗികളെയും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കർത്താവെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പലവിധ ആവശ്യങ്ങളാൽ ഭാരങ്ങളാൽ വേദനിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഓമനക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആശ്വാസദായകനായി കർത്താവ് കടന്നു വന്ന് അവർക്ക് സൗഖ്യം നൽകി അവരെ വഴി നടത്തുമാറാകണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സ്വാസം നമ്മോർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും വരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ലിസ തോമസ് ആൻഡ് മറിയമ്മ വർഗീസ്, ന്യൂയോർക്ക്, USA.